ഹായ് സുഹൃത്തുക്കളെ, അങ്കമാലി സ്പന്ദന വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് കറുകുറ്റി ജംഗ്ഷനിലാണ് കേട്ടോ. കറുകുറ്റി ജംഗ്ഷനില് ഒരു 2 ആഴ്ച കാലമായി ഇവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്റെ തലയ്ക്ക് മുകളിൽ കാണുന്ന ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതുവരെ ഇതിന് ഒരു കത്താനായിട്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരും പറഞ്ഞിട്ട് ഇത് കത്തിക്കാൻ ഇതിന്റെ അധികാരികൾ റെഡി ആയിട്ടില്ല. അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു അപകടം ഒഴിവായി കിട്ടും. എന്തോരം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഹൈമാക്സ് ലൈറ്റ് ആണെന്ന് അറിയാം. 2 ആഴ്ച കാലമായിട്ട് ഇവിടെ കത്തുന്നില്ല. ഇവിടെ ഓട്ടോറിക്ഷക്കാർ പറയണത് ഇവിടെ ഒരാഴ്ച മുന്നേ വരെ ഇവിടെ കത്തിക്കാരോട് പറഞ്ഞപ്പോ അവിടെ കറണ്ട് വന്നില്ല എന്നാണ് അവര് പറഞ്ഞത്. എന്തുകൊണ്ട് കറണ്ട് വരാനായിട്ട് പറ്റാത്ത? ആ ഹൈമാക്സ് ലൈറ്റ് കത്തിക്കാൻ വേണ്ടി വെച്ചതല്ലേ? MP ആയാലും MLA ആയാലും കത്തിക്കാൻ വേണ്ടി വെച്ചതല്ലേ? ഇത് കത്തിക്കേണ്ടത് ചുമതല കറുകുറ്റി പഞ്ചായത്തിനാണ്. ഈ കറുകുറ്റി പഞ്ചായത്ത് ഇതിനു വേണ്ടിയുള്ള എല്ലാ നടപടികളും എടുത്തേ പറ്റൂ, അല്ലാണ്ട് നടക്കില്ല. ജനങ്ങളുടെ വോട്ടും മേടിച്ച അധികാരത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ട സേവനം ചെയ്തു കൊടുക്കേണ്ടതാണ് മെമ്പറായാലും പഞ്ചായത്തായാലും എല്ലാം ചെയ്യേണ്ടത്. ഇത് ഇവിടെ നിറവേറുന്നില്ല. ഇതുപോലെ തന്നെ നോക്കൂത്തിയായിട്ട് എളൂർക്കവലയിലേക്ക് നിൽക്കുന്നുണ്ട്. അതിന്റെ പരാതികൾ പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത് അങ്ങനെ ഒരു ഫണ്ട് പഞ്ചായത്തിന് ഇല്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പഞ്ചായത്തിന് ഇല്ലാണ്ടാവണം ഇങ്ങനെയാ. ഈ ഹൈമാക്സ് ലൈറ്റ് പഞ്ചായത്തിന്റെ അധികൃതയിലാണ് വെച്ചതെങ്കിൽ ഇത് മെയിൻ്റെനൻസും ചെയ്ത് കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പഞ്ചായത്തിനാണ്. നമ്മൾ പഞ്ചായത്തിലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് കത്തിക്കാൻ വേണ്ടി വെച്ചേക്കണതാണെങ്കിൽ ഇത് കത്തിക്കണം, അല്ലെങ്കിൽ നോക്കുത്തിയായിട്ട് വെച്ചേക്കണമെങ്കിൽ അത് പറയും. അത് നോക്കുത്തിയായിട്ടാണ് ആ ഹൈമാക്സ് ലൈറ്റ് കറുകുറ്റിയിൽ വെച്ചേക്കണേ, അല്ലെങ്കിൽ കഴൂർക്കവലൊക്കെ വെച്ചേക്കണത്. ഈ കറുകുറ്റി പഞ്ചായത്തിന്റെ അധികൃതയിൽ മാത്രമാണ് ഇങ്ങനത്തെ മോശമായ നടപടി ഈ കറുകുറ്റി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല പഞ്ചായത്തുകൾ അന്വേഷിച്ചപ്പോൾ അതിന് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള ഫണ്ട് കറുകുറ്റി പഞ്ചായത്ത് അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ട്. ഇതുവരെ ഇതിനുള്ള പൈസ ഈ ഫണ്ട് ഇതുവരെ കറുകുറ്റി പഞ്ചായത്ത് ഫണ്ട് മാറ്റി വെച്ചിട്ടില്ല. അപ്പൊ എന്തായാലും എന്നോട് പറഞ്ഞത് അടുത്തത് വരുന്നുണ്ട്. അതായത് 25-26 കമ്മിറ്റിയിൽ നമുക്ക് പരിഗണിക്കാം. ഇതുവരെ പരിഗണിച്ചിട്ട് എളൂർക്കവലക്കലത്തെ ആയിട്ടില്ല. ഇപ്പൊ കറുകുറ്റിയിലേ പോയിരിക്കുകയാണ്. അപ്പൊ കറുകുറ്റിയിലെ ഓട്ടോറിക്ഷക്കാരും ഇവിടുത്തെ ജനങ്ങൾക്കും വേണ്ടത് ഈ ഹൈമാക്സ് ലൈറ്റ് കത്തുക. അതിനു വേണ്ടിയുള്ള നടപടി എത്രയും പെട്ടെന്ന് കറുകുറ്റി പഞ്ചായത്ത് നാട്ടുകാരുടെ അഭിപ്രായങ്ങളൊന്നും തേടി നോക്കാം. ഞാൻ പറഞ്ഞത് മാത്രമായില്ല, നാട്ടുകാർക്ക് എന്തെന്നാ പറയാനുള്ള, ഈ ഹൈമാക്സ് ലൈറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരാഴ്ചയിലും മേലെ ഈ ലൈറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഞങ്ങൾ എന്ന് ഇലക്ട്രിസിറ്റിക്കാരോട് ഈ കംപ്ലൈന്റ് പറഞ്ഞ് അവരെന്നും പറയും ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം. ഇതുവരെ അവര് ശരിയാക്കാനുള്ള ഒരു നടപടി എടുത്തിട്ടില്ല. മെമ്പർമാരോട് പറഞ്ഞു, മെമ്പർ ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാളെ കാലത്ത് വന്ന് ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കറുകുറ്റി ജംഗ്ഷനാണിത്, കപ്പേള ജംഗ്ഷൻ. ഒരുപാട് വണ്ടികൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ്, അപകടങ്ങൾ ഒരുപാട് ഉണ്ടാവുന്ന സ്ഥലങ്ങളുമാണ്. അതുകൊണ്ട് അതിന്റെ ഒരു നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ പറയണേ. ഓക്കെ.